ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി ഹൈദരാബാദി മട്ടൻ ബിരിയാണി റെസിപ്പി കേട്ടോ. അവനത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി മറക്കും, ആവി അങ്ങ് പറക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതി. എൻ്റെ സ്മെല്ലാണെന്നറിയാം. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഇനി റെസ്റ്റോറൻറ്റുകളിലേക്ക് ഒന്ന് ഓടണ്ട എൻ്റെ ചങ്ങാതി. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി. ആദ്യം തന്നെ ഒരു 2 കിലോ ബസ്മതി റൈസ് എടുത്ത് ഇതുപോലെ ഒരു മറിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക. ഒരു 3-4 പ്രാവശ്യം റൈസ് അങ്ങ് കഴുകണം കേട്ടോ. കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി പറയാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ചങ്ങാതി. നിങ്ങളുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആഞ്ഞ് വെതർ എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അടുത്തത് വേറെ പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ റൈസ് സോഫ്റ്റ് ആകാൻ വെച്ചേക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിരിയാണി ഏതാണെന്ന് ഇതിനടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തകർക്കുന്നതായിരിക്കും എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ മട്ടൺ എടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പെടുത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, അതുപോലെ പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ക്രഷ് ചെയ്ത് എടുത്തിടുക, ജീരകം ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, അതിന് ശേഷം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കപ്പൊടി ഇട്ട ശേഷം മസാലയായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് കേട്ടോ, എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത്. എന്നിട്ട് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മിൻറ്റും കൊറിയാണ്ടറും കൂടെ ഇട്ട് കൊടുക്കാം. മിൻറ്റും കൊറിയാണ്ടറും കൂടെ ഇട്ട ശേഷം ഫ്രൈഡ് ഓണിയൻ, ചെറിയ ഉള്ളിയുടെ ഫ്രൈഡ് ഓണിയൻ ആയാലും വെല്ലുള്ളിയെ ഫ്രൈഡ് ഓണിയൻ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലോണം ആ മട്ടണിലൊക്കെ മസാല നല്ലോണം അങ്ങ് പിടിക്കണം കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ അങ്ങ് വെക്കുവാണെങ്കിൽ മട്ടൺ നല്ല പൂ പോലത്തെ മട്ടൺ അങ്ങ് കിട്ടും ബിരിയാണിക്കകത്ത് നിന്ന്. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇവനെ സെറ്റാക്കി ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുക. ഇത് മാറ്റി വെച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മൾ തീ പിടിപ്പിക്കുക. നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ പ്രഷർ കുക്കർ എടുത്ത് വെക്കുക. പ്രഷർ കുക്കർ എടുത്ത ശേഷം നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന മട്ടൺ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഇവനെ ഇനി വേവിക്കാൻ വെക്കുന്ന പരിപാടിയാണ്. അടച്ചു വെക്കുക. ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇളം മട്ടനാണെങ്കിൽ 4 വിസിൽ മതിയാവും. ഇച്ചിരി മൂത്ത മട്ടനാണെങ്കിൽ 6-7 വിസിലടിക്കേണ്ടി വരും. എന്നതിന് ശേഷം ഇവനൊന്ന് ഏകദേശം വിസിലൊക്കെ അടിച്ച രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അടുത്ത ഇനി നമ്മൾ സ്റ്റൈലായിട്ട് അതിൻ്റെ വെയിറ്റ് അങ്ങ് ഊരുക. ഇത് കണ്ടില്ലേ, ഇവനങ്ങ് ഊരിയ ശേഷം ഇവനങ്ങ് സ്ലോ മോഷനിലങ്ങ് ഊരുക. സ്ലോ മോഷൻ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഊരാൻ കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയാം. സ്ലോ മോഷൻ വേണം അടപ്പൊക്കെ ഊരാൻ വേണ്ടി. എന്നിട്ട് ഇവനെ എടുത്ത് ഇതുപോലൊരു ചെമ്പിലേക്ക് മറിക്കുക. മറിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് തീ പിടിപ്പിക്കുക. ഇതുപോലെ ചെമ്പ് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. റൈസ് വേവിക്കുന്ന പരിപാടി കേട്ടോ. വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് പാലൊഴിച്ച് കൊടുക്കുക. ഇതൊക്കെ സീക്രട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഗരം മസാലാസ് ഇടുക. പച്ചമുളക് 2ആയിട്ട് കീറിയ 3ആയിട്ട് കീറിയ എടുത്ത് പച്ചമുളക് എടുത്തിട്ട് മറിക്കുക. ലേശം ഉപ്പും കൂടെ ഇട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം അടുത്ത കലപരിപാടി ലേശം എണ്ണയും ഒഴിച്ച് കൊടുക്കുക. കാരണം റൈസ് ആകുമ്പോൾ ബസ്മതി റൈസ് ആകുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലേശം എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ച ശേഷം ഇവനങ്ങ് തിളയ്ക്കാൻ വെക്കുക. ഇവനങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഇതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. കാരണം ബസ്മതി റൈസ് ആയതുകൊണ്ട് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുള്ളൂ, അല്ല എല്ലാം കൂടെ പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആകെപ്പാടെ ഒരു പരുവായി പോകും. അതുകൊണ്ട് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് റൈസ് ഒന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും ഇവനെങ്ങ് ഇതുപോലെ സ്റ്റൈലായിട്ട് അങ്ങ് കോരിയ ശേഷം നമ്മൾ ചെമ്പിലേക്ക് മസാല എടുത്ത് മറിച്ച് വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് സെറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ലെയറായിട്ട് വേണം ഇവനെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ബിരിയാണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ദമ്മൊക്കെ ചെയ്യുമ്പോഴേക്കും ലെയറായിട്ട് സെറ്റ് ചെയ്ത് അതിന് കറക്റ്റ് ഫ്ലേവേഴ്സൊക്കെ വരുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഫ്രൈഡ് ഓണിയന് ശേഷം ഇതിലേക്ക് കൊറിയാണ്ടറും മിൻറ്റും കൂടെ മിക്സ് ചെയ്ത് എടുത്തിടുക. അതിൻ്റെ മുകളിലേക്ക് അടുത്ത റൈസും ഇതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിരിയാണി ഏതാണെന്ന് അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും. ഇതിന് മുകളിലേക്ക് ഇച്ചിരി സാഫ്രോൺ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ലൈറ്റ് ചൂട് പാലിലേക്ക് സാഫ്രോൺ ഇട്ട് കലക്കി ഇതുപോലെ സാഫ്രോൺ മിൽക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈഡ് ഓണിയനും ലേശം റൈസും കൂടി ഇട്ടിടുക. ഈ റൈസിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി കളറല്ല ചേർത്തിക്കുന്നത്, സാഫ്രോൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്തിക്കുന്നത്, അതുകൊണ്ട് മഞ്ഞ കളർ. പിന്നെ ചുമല കളർ വന്നിരിക്കുന്നത് ലേശം ഫുഡ് കളറൊക്കെ നമുക്ക് കട കിട്ടും. നല്ല ഫുഡ് കളേഴ്സ് അത് ലേശം ഇതുപോലെ കലക്കിയ ശേഷം നല്ല കളർഫുൾ ആകാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക, ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ ബിരിയാണിക്ക് ആ കറക്റ്റ് ഫ്ലേവേഴ്സ് വരുള്ളൂ. എന്നാൽ ലേശം ഇതും കൂടെ ഇട്ട ശേഷം കൊറിയാണ്ടറും മിൻറ്റും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് മൊത്തത്തിൽ പൂക്കളം പോലെ ആക്കിയ ശേഷം നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് ദം ചെയ്യുക. ഒരു 10 മിനിറ്റ് ദം ചെയ്ത ശേഷം ഇവനെ പൊട്ടിക്കുക. അപ്പോൾ ആവി വറക്കുന്ന ബിരിയാണി
ഹൈദരാബാദി മട്ടൻ ബിരിയാണി സംഭവം സെറ്റായിട്ട് ദേ ഇതുപോലെ മറിയുന്നുണ്ട്. എന്നിട്ട് ഇവനിങ്ങനെ ലെയറായിട്ട് ഇങ്ങ് മറിക്കുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇത് ഉണ്ടാക്കി അങ്ങ് തകർക്കുക. ഇനി മട്ടനിലെ ചിക്കൻ ആയാലും ദേ ഇതുപോലെ ബസ്മതി റൈസും കൂടെ മേടിച്ചിട്ട് ഉണ്ടാക്കി തകർത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ദേ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു മറിക്കുമ്പോൾ എൻ്റെ ചങ്ങാതി എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല. അതിൻ്റെ സൈഡിലേക്ക് ഇച്ചിരി നമ്മുടെ സള്ളാസും ലേശം തൈര് കൂട്ടിയുള്ള സള്ളാസങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കിടുക്കാച്ചി അച്ചാറും കൂടി. ഈ അച്ചാർ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്, അതിലേക്ക് ഓർഡർ ചെയ്ത് നല്ല കിടുക്കാച്ചി ലെമൺ ഡേറ്റ്സ് അച്ചാർ കേട്ടോ. ഒരു രക്ഷയില്ല, സാധനം വേറെ ലെവലാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് എൻ്റെ ചങ്ങാതി ആ ബിരിയാണി ഒരു പിടുത്തം പിടിക്കണം കേട്ടോ. സംഭവം കിളി പറക്കും. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ച് വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യും, കമൻറ്റുകളും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ഷെയർ ചെയ്യുന്നതനുസരിച്ചാണ് വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങ.